ഓം നമഃശിവായ. ഇന്ന് വൃശ്ചികത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി, പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി. വ്യാഘ്രപാദ മഹർഷിക്ക് വൈക്കത്തപ്പൻ ശ്രീ പാർവതീ സമേതനായി ദർശനം നൽകിയ പുണ്യദിനം. അന്നേ ദിനം വൈക്കത്തഷ്ടമി എന്ന് പുകഴ്പെറ്റു. ഈ ദിനത്തിൽ സർവാലങ്കാര വിഭൂഷിതനായ വൈക്കത്തപ്പനെ ദർശനം ചെയ്യുന്നത് സർവ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കാൻ സഹായിക്കും. ചോറ്റാനിക്കര മകം, ഗുരുവായൂർ ഏകാദശി, ആറ്റുകാൽ പൊങ്കാല, ശബരിമല മകരവിളക്ക്, കുമരനെല്ലൂർ കാർത്തിക എന്നിവ പോലെ ഭക്തർക്ക് പരമപ്രധാനമാണ് വൈക്കത്തഷ്ടമിയും. ആ ദിനം ശിവപുത്രനായ ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി പിതാവായ വൈക്കത്തപ്പനെ കാണാൻ എഴുന്നള്ളുന്നതും തുടർന്ന് നടക്കുന്ന കൂടിപ്പൂജയും പിതൃപുത്ര ബന്ധത്തിൻ്റെ വലിയ മഹത്വത്തെ കാണിക്കുന്നു. ശേഷമുള്ള വിടപറയൽ വളരെ വേദനാജനകമായ അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഭക്തരിൽ പലരും കരയാറുണ്ട്. അടുത്ത വർഷം വീണ്ടും അച്ഛനെ കാണാൻ വരാം എന്ന ആഗ്രഹത്തോടെ ഉദയനാപുരത്തപ്പൻ വൈക്കം ക്ഷേത്രമതിൽ വിട്ടുപോകുന്നു. മകനെ യാത്രയാക്കി അച്ഛനായ വൈക്കത്തപ്പൻ തിരിച്ചു ശ്രീകോവിലിലേക്ക് എഴുന്നള്ളുന്നു. ഖരൻ എന്ന അസുരനാൽ പ്രതിഷ്ഠ ചെയ്ത 3 ശിവലിംഗങ്ങളിൽ ഒന്നാണ് വൈക്കത്തുള്ളത്. മറ്റു 2 ഏറ്റുമാനൂരും കടുത്തുരുത്തിയിലും മഹാക്ഷേത്രങ്ങളായി ആരാധിക്കപ്പെടുന്നു. പരശുരാമൻ കാലാന്തരത്തിൽ പുനഃപ്രതിഷ്ഠ ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. 108 ശിവാലയങ്ങളിൽ പ്രധാനപ്പെട്ടതും നിത്യ അന്നദാനം പ്രാതലെന്ന പേരിൽ വഴിപാട് നടക്കുന്നതുമായ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. അന്നദാനപ്രഭു എന്നും തിരുവൈക്കത്തപ്പൻ എന്നും അറിയപ്പെടുന്നു. കോടി അർച്ചനയും കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതിയുടെ പ്രീതി വൈക്കം ദേശത്തും ഉണ്ടാകാൻ പണ്ട് പുരാതന കാലം മുതൽ വടക്കുപുറത്തുപാട്ടും 12 വർഷം കൂടുമ്പോൾ ഇവിടെ നടന്നു വരുന്നു. ഈ വർഷം അത് വളരെ ഗംഭീരമായ ആഘോഷത്തോടെ നടന്നു. ഏവർക്കും വൈക്കത്തഷ്ടമി ആശംസകൾ. അഷ്ടമി വിളക്കാശംസകൾ. ഓം ഹ്രീം നമഃശിവായ. ശ്രീ തിരുവൈക്കത്തപ്പന് ശതകോടി പ്രണാമം. ഓം ഹ്രീം നമഃശിവായ.